ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അമേരിക്കയിലെ ഏറ്റവും ശ്രദ്ധേയമായ ലെസ്ലി ബ്രീർ കൊലക്കേസിനെ കുറിച്ചാണ്. 23 വർഷത്തോളം നീണ്ടുനിന്ന ദുരൂഹതയ്ക്ക് അവസാനമായത് 2024 ശാസ്ത്രത്തിലുണ്ടായ പുരോഗതിയാണ് ഈ കേസിൻ്റെ ഗതി മാറ്റിയത്. ഒരു കുപ്പിയിൽ നിന്ന് കൊലപാതകിയിലേക്കെത്തിയ ട്രൂ ക്രൈം കേസ്. കൊലപാതകി ആരെന്ന കണ്ടെത്തൽ ആ കുടുംബത്തെ ആകെ തളർത്തി. കാരണം തങ്ങളുടെ കൂടെ നിന്ന് തങ്ങളെ ആശ്വസിപ്പിച്ച ഒരാൾ തന്നെയായിരുന്നു അത് എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാക്കിയ ആഘാതം വളരെ വലുതായിരുന്നു. എന്തായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ലെസ്ലി ബ്രീറിൻ്റെ ജീവനെടുത്തത് ആരായിരുന്നു? അന്വേഷണത്തെ വർഷങ്ങളോളം കുഴക്കിയ ആ സാഹചര്യ തെളിവുകൾ എന്തൊക്കെയായിരുന്നു? ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് ഈ കേസിൻ്റെ അന്വേഷണ വഴികളിലൂടെ. ക്രൈം ഡീകോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. 1952 ഒക്ടോബർ 5 ലെസ്ലി ബ്രീറിൻ്റെ ജനനം. ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം 1974 ഒക്ടോബർ 26 കാൾ യൂജിനെ വിവാഹം കഴിക്കുന്നു. അവർക്ക് ഒരു മകൾ ലോറൻ ബ്രീർ. അമേരിക്കയിലെ വാഷിംഗ്ടൺ DC സമീപമുള്ള ഷെവിചെസ് എന്ന സ്ഥലത്തായിരുന്നു അവരുടെ താമസം. മരങ്ങൾ നിറഞ്ഞ വീഥികളും വലിയ വീടുകളുമുള്ള ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു. സന്തോഷം നിറഞ്ഞൊരു ജീവിതമായിരുന്നു അവരുടേത്. 2001 മെയ് 2 എല്ലാ സന്തോഷങ്ങളും തല്ലിക്കെടുത്തിയ ഒരു ദിവസമായിരുന്നു അന്ന് പതിവ് പോലെ ഭർത്താവ് കാൾ യൂജിൻ ജോലിക്ക് പോയിരുന്നു. മകൾ പഠനാവശ്യത്തിനായി മറ്റൊരിടത്തായിരുന്നു താമസം. സ്പെഷ്യലൈറ്റീസ് ഇൻക് എന്ന അഡ്വർടൈസിംഗ് പ്രൊഡക്ഷൻ കമ്പനിയിൽ ആയിരുന്നു ലെസ്ലിക്ക് ജോലി. ജോലിക്ക് എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും ലെസ്ലി എത്താത്തതിനെ തുടർന്ന് ജോലിസ്ഥലത്ത് നിന്ന് കോവർക്കർ ഫോൺ ചെയ്യുന്നു. എന്നാൽ കിട്ടുന്നില്ല. മുൻകൂട്ടി ലീവ് അറിയിച്ചിട്ടുമില്ല. പലതവണ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതിനാൽ അയാൾ ഭർത്താവ് കാൾ യൂജിനെ ഫോൺ വിളിക്കുന്നു. തൻ്റെ ഭാര്യ ഇത്ര ടൈം കഴിഞ്ഞിട്ടും ജോലിക്ക് എത്തിയിട്ടില്ല എന്നുള്ള അറിവ് അയാളെ വല്ലാതെ ടെൻഷനിലാക്കി. അയാൾ ഉടൻ തന്നെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഷെവിചേസിലെ വീട്ടിലേക്ക് ചെല്ലുന്നു. വീടിനകത്ത് നിറയെ ചോരയായിരുന്നു. ഫ്ലോറിലും ചുമരിലും ചോര തെറിച്ചിരുന്നു. കാൾ യൂജിൻ ലെസ്ലിയെ കുറേയധികം വിളിച്ചെങ്കിലും ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഉടൻ തന്നെ അവർ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ മുകളിലെ മാസ്റ്റർ ബെഡ്റൂമിലെ ബാത്റൂമിൽ മുഖം താഴ്ത്തി മരിച്ച നിലയിലായിരുന്നു ലെസ്ലി. അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അത് തന്നെയായിരുന്നു സൂചിപ്പിച്ചത്. അതിക്രൂരമായ മർദ്ദനമേറ്റാണ് ലെസ്ലി മരിച്ചിരിക്കുന്നത് എന്ന്. വീടിന് പുറത്തുനിന്ന് ആരും ബലമായി കയറിയതിൻ്റെ ലക്ഷണമില്ല. അപ്പോൾ കൊലയാളി അവർക്കറിയാവുന്ന ആരോ ഒരാൾ ആണ്. വാതിലോ ജനലോ തകർത്ത് കയറിയതിൻ്റെ ലക്ഷണമില്ല. അതുകൊണ്ടാണ് പോലീസ് ആദ്യം അറിയുന്ന ആരോ ഒരാളാണ് എന്ന് കരുതിയത്. വീടിനകത്ത് സാധനങ്ങൾ വീണുമറിഞ്ഞ് കിടന്നിരുന്നു. മൽപ്പിടുത്തം നടന്നിട്ടുണ്ടായിരുന്നു. ശക്തമായ മൽപ്പിടുത്തമായിരുന്നു നടന്നത്. ലെസ്ലി അവസാന നിമിഷം വരെ പൊരുതിയിരുന്നു. അവരുടെ നഖങ്ങൾക്കിടയിൽ നിന്നും കിട്ടിയ സ്കിന്നും ബ്ലഡ് സ്റ്റെയിനും അതായിരുന്നു സൂചിപ്പിച്ചത്. അത് പോലീസിന് ഒരു പിടിവള്ളിയായിരുന്നു. കൊലപാതകയുടെ ലക്ഷ്യം പണമോ സ്വർണമോ ആയിരുന്നില്ല. കാരണം ആ വീട്ടിൽ നിന്ന് ഒന്നും മോഷണം പോയിരുന്നില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇത്തരം കേസുകളിൽ സാധാരണ ചെയ്യുന്ന പോലെ കുടുംബാംഗങ്ങളെ തന്നെ ആദ്യം ചോദ്യം ചെയ്തു. എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിൽ ഒരു തുമ്പും ലഭിച്ചില്ല. സഹപ്രവർത്തകരെയും ചോദ്യം ചെയ്തിട്ടും തുമ്പൊന്നും ലഭിച്ചില്ല. അവസാനം അന്വേഷണം വീണ്ടും ഭർത്താവ് കാൾ യൂജിനിലേക്ക് തന്നെ എത്തി. വിശദമായി തന്നെ ചോദ്യം ചെയ്തു. സംഭവം നടക്കുമ്പോൾ മകൾ ലോറൻ പഠനാവശ്യത്തിനായി പുറത്തായിരുന്നു. ഭർത്താവ് കാൾ യൂജിനും ലെസ്ലിയും മാത്രമാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത്. അന്ന് അയാൾ എവിടെയായിരുന്നു? അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നെല്ലാം പോലീസ് ചോദിച്ചിരുന്നു. അയൽക്കാർ പറഞ്ഞിരുന്ന ചില പോയിന്റുകൾ പോലീസിൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കി. തലേന്ന് രാത്രി വീട്ടിലെ ലൈറ്റ് എല്ലാം ഓണായിരുന്നു. പക്ഷേ അടച്ചിട്ടിരുന്നതിനാൽ അകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ സാധിച്ചില്ല. പിന്നീട് നടത്തിയ നുണ പരിശോധനയിലും അയാൾ ഫെയിലായി. ഇതെല്ലാം കൊലയാളി ആരെന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഒരാളിലേക്കായി ചുരുങ്ങി: കാൾ യൂജിൻ. എന്നാൽ ക്ലിയർ എവിഡൻസ് പോലീസിന് ലഭിക്കാത്തതുമൂലം അയാളെ വെറുതെ വിട്ടു. പക്ഷെ പിന്നീട് ലെസ്ലിയുടെ നഖത്തിനടിയിൽ നിന്നും കിട്ടിയ DNA കാൾ യൂജിൻ്റെതല്ല എന്ന് തെളിഞ്ഞിരുന്നു. അതുമാത്രമല്ല, സംഭവം നടക്കുമ്പോൾ കാൾ ജോലിസ്ഥലത്തായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു. എങ്കിലും ചില ആളുകളുടെ കണ്ണിൽ അപ്പോഴും കാൾ തന്നെയായിരുന്നു കുറ്റവാളി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം കൊലയാളി ആരെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും കാലം അയാൾക്ക് കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. ക്രൈം സീനിൽ നിന്ന് പോലീസിന് ലഭിച്ച ശാസ്ത്രീയ തെളിവുകൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരുന്നു.
DNA പരിശോധന ഇന്നുള്ളതുപോലെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഇല്ലാതിരുന്ന കാലമായിരുന്നു അത്. ലഭിച്ച ചില സാമ്പിളുകളിൽ നിന്ന് ചില DNA പ്രൊഫൈലുകൾ വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ DNA ആരുടേതാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അന്നത്തെ DNA ഡേറ്റാബേസിലുള്ള ആരുമായും മാച്ചായിരുന്നില്ല അത്. അതിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു കാര്യം വ്യക്തമായിരുന്നു. കൊലയാളി ഒരു കുറ്റവാളി ആയിരുന്നെങ്കിൽ അയാളുടെ DNA ഡേറ്റാബേസിൽ ഉണ്ടാകുമായിരുന്നു. അതിനർത്ഥം മുൻപ് കുറ്റകൃത്യങ്ങൾ ഒന്നും ഉൾപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നിരിക്കാം കൊലയാളി. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും എന്തിനേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കേസിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല. മാധ്യമങ്ങൾ ആദ്യം ഈ കേസ് വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ പുതിയ വിവരങ്ങൾ പുറത്തു വരാതായതോടെ മാധ്യമ ശ്രദ്ധ പിന്നീട് കുറഞ്ഞു വന്നു. എന്നിരുന്നാലും അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവുകൾ സൂക്ഷ്മമായി സംരക്ഷിച്ചു പോന്നു. ഭാവിയിൽ ശാസ്ത്രം കൂടുതൽ മുന്നേറുമ്പോൾ ഒരുപക്ഷെ ഈ തെളിവുകൾ വീണ്ടും സംസാരിക്കുമെന്ന പ്രതീക്ഷ അവർ കൈവിട്ടില്ല. അങ്ങനെ ഈ കേസ് ഒരു കോൾഡ് കേസായി പരിഗണിക്കപ്പെട്ടു. പിന്നീട് 2022 സെപ്റ്റംബർ മോൺഗോമറി കൗണ്ടി കോൾഡ് കേസ് ടീം വീണ്ടും ഫയൽ തുറന്നു. അവർ ഓത്രം ഇങ്ക എന്ന പ്രൈവറ്റ് ലാബിൻ്റെ സഹായം തേടി. ഫോറൻസിക് ജെനറ്റിക് ജീനിയോളജി വിദഗ്ധരുടെ സഹായത്തോടെ മുമ്പത്തേതിനേക്കാൾ കൂടുതൽ ജനിതക വിവരങ്ങൾ അവർ വേർതിരിച്ചെടുത്തു. ഒരു ചെറിയ ജനിതക സൂചനയിൽ നിന്ന് കുടുംബവൃക്ഷങ്ങൾ രൂപപ്പെടുത്തുകയും തലമുറകളെ കണ്ടെത്താനും സാധിക്കും. ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അമേരിക്കയിലെ നിരവധി കോൾഡ് കേസുകൾ പിന്നീട് തെളിയിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് രേഖകൾ, ജനന സർട്ടിഫിക്കറ്റുകൾ, വിവാഹരേഖകൾ, പൊതുവായ ജനിതക വിവരങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് അവർ ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കി. അവസാനം ഗ്ലിഗോർ എന്ന സർനെയിമുള്ള അമേരിക്കൻ കുടുംബത്തിലേക്കാണ് എത്തിയത്. അപ്പോഴാണ് പഴയ കേസ് ഫയലിൽ ഒരു അയൽവാസിയുടെ മൊഴി ശ്രദ്ധിച്ചത്. ലെസ്ലിയുടെ മരണശേഷം ഏകദേശം 9 മാസം കഴിഞ്ഞു. അപ്പോൾ അവരുടെ അയൽവാസി പറഞ്ഞത് ലെസ്ലിയുടെ ഒരു അയൽവാസി യൂജിൻ ഗ്ലിഗോറിനെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന്. തനിക്ക് ചില സംശയങ്ങൾ ഉണ്ട്. എന്നാൽ പോലീസ് ആദ്യം ഈ മൊഴി ഗൗരവമായി എടുത്തിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഈ കേസിൻ്റെ ഗതി തന്നെ മാറിയേനെ. അങ്ങനെ പോലീസ് യൂജിൻ ഗ്ലിഗോറിനെ അന്വേഷിക്കുന്ന തിരക്കിലായി. ലെസ്ലിയുടെ ഫാമിലി വിവരമറിയിച്ചു. ലെസ്ലിയുടെ മകൾ മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. കാരണം 2017 ഭർത്താവ് ക്യാൾ യൂജിൻ ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ മരിച്ചിരുന്നു. തൻ്റെ ഭാര്യയുടെ കൊലപാതകി താനാണ് എന്ന് മറ്റുള്ളവരുടെ വാക്കുകൾ ക്യാൾ യൂജിനെ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. മാത്രമല്ല ആ ഷോക്കിൽ നിന്ന് അയാൾ മുക്തനായിരുന്നില്ല. പോലീസ് ലോറനോട് പ്രതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൾക്ക് അതൊരു വലിയ ഷോക്കായിരുന്നു. കാരണം ഈ യൂജിൻ ഗ്ലിഗോർ എന്ന ആൾ അവളുടെ അമ്മ മരിക്കുന്നതിന് ഏകദേശം 2 വർഷം മുൻപേ അവളുടെ ബോയ് ഫ്രണ്ട് ആയിരുന്നു. അവരുടെ വീടുകൾ അടുത്തടുത്തായിരുന്നു. അവരുടെ കുടുംബങ്ങൾ തമ്മിൽ നല്ല അടുപ്പം കാത്തുസൂക്ഷിച്ചിരുന്നു. 2 വീട്ടുകാരും ഒരുമിച്ചുള്ള ആഘോഷങ്ങൾ, ബർത്ത്ഡേ പാർട്ടികൾ, അങ്ങനെ എല്ലാ ആഘോഷങ്ങളും അവർ ഒരുമിച്ചായിരുന്നു. അത്ര അടുപ്പം ഉണ്ടായിരുന്ന 2 കുടുംബങ്ങളായിരുന്നു അവർ. എന്നാൽ അങ്ങനെ ആയിരുന്നു എങ്കിലും ലെസ്ലിയുടെ ഫ്യൂണറൽ ചടങ്ങിന് അയാൾ ചെന്നിരുന്നില്ല. 100 കണക്കിന് ആളുകൾ പങ്കെടുത്തിരുന്ന ഒരു ചടങ്ങായിരുന്നു അത്. എന്നാൽ യൂജിൻ മാത്രം വന്നിരുന്നില്ല. പിന്നീട് അവൾ അവനെ കണ്ടപ്പോൾ അതിന് കാരണം പറഞ്ഞത് തനിക്ക് ഇത്തരം സന്ദർഭങ്ങൾ മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്നായിരുന്നു. അക്കാരണം കൊണ്ടാണ് താൻ വരാതിരുന്നത് എന്ന്. 2019 ഒരു ഫംഗ്ഷന് കണ്ടപ്പോൾ പോലും അവൻ ലെസ്ലിയെക്കുറിച്ച് ഒരക്ഷരം സംസാരിച്ചിരുന്നില്ല. എന്നാൽ ലോറൻ്റെ പിതാവ് മരിക്കുന്നതിന് മുൻപ് അവളോട് പറഞ്ഞിരുന്നു യൂജിൻ ഗ്ലിഗോറിനെ സൂക്ഷിക്കണമെന്ന്. പോലീസ് അന്വേഷണം പുനരാരംഭിച്ചു. വീണ്ടും യൂജിൻ്റെ DNA കളക്ട് ചെയ്ത് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യണം. പക്ഷേ ഡയറക്റ്റ് അവനോട് അതേക്കുറിച്ച് സംസാരിച്ചാൽ അവൻ രക്ഷപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അവർ മറ്റു വഴികൾ അന്വേഷിച്ചു. പോലീസ് അവനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. അതേസമയം യൂജിൻ അപ്പോൾ വാഷിംഗ്ടൺ DC-യിലായിരുന്നു താമസിച്ചു കൊണ്ടിരുന്നത്. അവനൊരു റിയൽ എസ്റ്റേറ്റ് ഫേമിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ലെസ്ലി പ്രീറിൻ്റെ മരണശേഷം അവർ ഷെവി ചേസിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് താമസം മാറ്റിയിരുന്നു. ജോലിസ്ഥലത്ത് അവൻ വളരെ ശാന്തനും സൗഹൃദപരനും ആയിരുന്നു എന്നായിരുന്നു കൊളീഗ്സിൻ്റെ സംസാരം. ഒരു ക്രിമിനൽ റെക്കോർഡ് പോലും അവൻ്റെ പേരിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആർക്കും അവനെ സംശയിക്കാൻ തോന്നിയിരുന്നില്ല. അങ്ങനെ അവനെ ഫോളോ ചെയ്തിരുന്ന പോലീസ് ഒടുവിൽ ഡൾസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തി. യൂജിൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെള്ളം കുടിച്ചതിന് ശേഷം അത് ഡസ്റ്റ്ബിന്നിൽ ഇട്ടു. അത് കണ്ട പോലീസ് അവൻ പോയതിനു ശേഷം ബോട്ടിലെടുത്ത് എവിഡൻസ് ബാഗിൽ സൂക്ഷിച്ചു. ഫോറൻസിക് ലാബിൽ അയച്ച് റിസൾട്ടിനായി വെയിറ്റ് ചെയ്തു. ഒരാഴ്ചയ്ക്ക് ശേഷം റിസൾട്ട് വന്നു. പോസിറ്റീവ് എന്നായിരുന്നു ആ റിസൾട്ട്. അതായത് ലെസ്ലിൻ മരിക്കുമ്പോൾ അവളുടെ നഖത്തിൽ നിന്ന് കിട്ടിയ സ്കിന്നിൽ ഉണ്ടായിരുന്ന അതേ DNA തന്നെയാണ്
ബോട്ടിലിൽ നിന്ന് ലഭിച്ചത് 100% മാച്ചായിരുന്നു. DNA 100% മാച്ച് ആയതോടെ കോടതിയിൽ നിന്ന് വാറന്റ് വാങ്ങി. 2024 ജൂൺ 18 വാഷിംഗ്ടൺ DC-യിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അവനെ അറസ്റ്റ് ചെയ്യുമ്പോൾ യൂഗ്ലിൻ ഗ്രിഗോറിൻ്റെ ആദ്യത്തെ റിയാക്ഷൻ ഇതെന്തൊരു ഭ്രാന്താണ് എന്നായിരുന്നു. അവൻ ആദ്യമൊക്കെ അത് അംഗീകരിച്ചില്ല. പിന്നീട് അവൻ കുറ്റം സമ്മതിച്ചു. ആദ്യം അവനെതിരെ ചാർജ് ചെയ്ത് ഫസ്റ്റ് ഡിഗ്രി മർഡർ ആയിരുന്നു. പക്ഷേ 23 വർഷം ആയതുകൊണ്ട് തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്തു എന്നത് തെളിയിക്കാൻ പ്രയാസമായിരുന്നു. അതുകൊണ്ട് പ്രോസിക്യൂട്ടർ ഒരു ഡീൽ വെച്ചു. സെക്കൻഡ് ഡിഗ്രി മർഡറായി കുറയ്ക്കാമെന്ന്. യൂജിൻ കോടതിയിൽ കുറ്റം സമ്മതിച്ചു. ജഡ്ജ് ഡേവിഡ് ലെസി ശിക്ഷ വിധിച്ചു. 30 വർഷം ജയിൽ. അതിൽ 8 വർഷം സസ്പെൻഡഡ്, ബാക്കി 22 വർഷം കഠിന തടവ്. പുറത്തിറങ്ങിയാൽ 5 വർഷം പ്രൊബേഷൻ, മെൻ്റൽ ഹെൽത്ത് ട്രീറ്റ്മെൻറ്റ് നിർബന്ധമാണ്. പ്രിയർ കുടുംബവുമായി ഒരു കോണ്ടാക്റ്റും പാടില്ല എന്നും വിധിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ അപ്പോഴും ഒരു കാര്യത്തിന് ഉത്തരം ലഭിച്ചില്ല. എന്തിനു വേണ്ടിയായിരുന്നോ അവൻ ലെസ്ലിയെ കൊന്നത് എന്നുള്ളത്. യൂജിൻ പിന്നീട് കുറ്റം സമ്മതിച്ചെങ്കിലും മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചിരുന്ന രാത്രിയായതിനാൽ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ യൂജിൻ ലെസ്ലിയെ കൊന്നത് ഈ കാരണത്താലാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ ഔദ്യോഗികമായ തെളിവുകളൊന്നുമില്ല. എന്തുകൊണ്ട് കൊന്നു എന്ന ചോദ്യത്തിന് ഇന്നും വ്യക്തമായ ഉത്തരമില്ല. എന്നിരുന്നാലും 23 വർഷങ്ങൾക്ക് ശേഷം ആ കുടുംബത്തിന് നീതി ലഭിച്ചു. ഒരു കുപ്പിയിൽ നിന്ന് ലഭിച്ച DNA അതാണ് ഈ കേസിൻ്റെ വഴിത്തിരിവായത്. ഒരു കൊലപാതകം കാലത്തിനൊപ്പം മറഞ്ഞു പോകാം, പക്ഷെ തെളിവുകൾക്ക് പലപ്പോഴും സമയപരിധിയില്ല. എത്ര നാൾ കഴിഞ്ഞാലും സത്യം മറനീക്കി പുറത്തു വരും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ലെസ്ലി പ്രീർ കേസ്. ഈ കോൾഡ് കേസിൻ്റെ അന്വേഷണ വഴികളിലൂടെ സഞ്ചരിച്ച നിങ്ങൾക്ക് എന്തായിരുന്നു അനുഭവം എന്നുള്ളത് കമൻറ്റായി രേഖപ്പെടുത്തൂ. ഇത്തരം ട്രൂ ക്രൈം കേസുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.